ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് മ്യൂസിക് ലവേഴ്സിന് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺസ് ആണ്. നിങ്ങൾ വയർഡ് ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്ത് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെഡ്ഫോൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ യുനിയോ എന്ന ബ്രാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കിടിലമായിട്ടുള്ള വയർഡ് ഹെഡ്ഫോൺസ് ആണ് നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ മസ്റ്റ് ബെൽ ലൈക്ക് ചെയ്തേക്കുക. സോ ഇത്തരം ഒരു ബോക്സിംഗിലാണ്, അതായത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ നൽകുന്ന ഒരു ബോക്സിംഗിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ആക്സസറി ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ആക്സസറി ബോക്സിനകത്ത് നമ്മുടെ ഹെഡ്ഫോൺസിന്റെ കേബിൾസ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഒരു ഇയർബഡ്സിനകത്ത് രണ്ട് കളറിൽ നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് മറ്റൊരു ബോക്സിനകത്ത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കേസിംഗ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് യൂസർ മാനുവൽ കാർഡും ഫൈനലായിട്ട് നമ്മുടെ ഇയർബഡ്സും ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഇയർബഡ്സിന്റെ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു ഹെഡ്ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ട്രാൻസ്പെറന്റ് ഡിസൈൻ കാരണം നമുക്ക് ഇതിനകത്തുള്ള എല്ലാം തന്നെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് നമ്മുടെ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇതിനോട് കൊടുത്തിട്ടുള്ള വയറിന്റെ ക്വാളിറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു കേബിൾസിനകത്തിലെ പാറ്റേൺ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കേബിൾസിനകത്ത് തന്നെ നമുക്ക് മൈക്രോഫോണും അവൈലബിൾ ആണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തരക്കേടില്ലാത്ത അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഹെഡ്ഫോൺസിന്റെ മെയിൻ പ്രത്യേകതയാണ് ഇയർബഡ്സിൽ നിന്ന് നമുക്ക് കേബിൾസ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇൻ കേസ് നിങ്ങളുടെ ഒരു കേബിൾ വർക്കിംഗ് അല്ലാതെ അല്ലെങ്കിൽ കേബിൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺസ് ഫുള്ളി ചേഞ്ച് ചെയ്യാതെ കേബിൾസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹെഡ്ഫോൺസ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനിയാണ് ഈ ഒരു ഇയർബഡ്സിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുന്നത്. ഈ ഒരു ഹെഡ്ഫോൺസിനകത്ത് ഇയർബഡ്സിനകത്ത് 10 mm ന്യൂ ഫ്രെയിം ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കിടിലമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ് ആയിക്കോട്ടെ, അതുപോലെ വോക്കൽ സെപ്പറേഷൻ, ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹെഡ്ഫോൺസ് വയർഡ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ ഡിലേയോ അതല്ലെങ്കിൽ ഓഡിയോ ലോസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ നിങ്ങൾ ഗെയിം കളിക്കാനൊക്കെ ഒരു വയർഡ് ഹെഡ്ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺസ് തന്നെയാണിത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വയർഡ് ഹെഡ്ഫോൺസിനകത്ത് തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് മൈക്രോഫോണും അവൈലബിൾ ആണ്. ഈ ഒരു മൈക്രോഫോണിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെയാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. വയർഡ് ഹെഡ്ഫോൺ ആയതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ഓഡിയോ ലോസോ അല്ലെങ്കിൽ ഡിലേയോ ഒന്നും തന്നെ ഇല്ല. ഓഡിയോ ക്വാളിറ്റി പറയുമെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള, അതുപോലെ തന്നെ അത്യാവശ്യം ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺസ് മൈക്രോഫോൺ ആണിത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺസ് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി 3.5 mm യൂണിവേഴ്സൽ ഹെഡ്ഫോൺ ജാക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോൺ ജാക്കിന്റെ പിന്ന് വരുന്നത് എൽ ബാൻഡ് ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റി മെത്തേഡിലാണ് നമ്മുടെ ഈ ഒരു പിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ്, iOS ഏത് ഡിവൈസ് ആയിക്കോട്ടെ, ആ ഒരു ഡിവൈസിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫൈനലായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് പോയിന്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് യുനിയോന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോണിലും അറൌണ്ട് ഒരു 2400 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് പ്രൈസ് കൂടിപ്പോയി. ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 1500 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് വരുന്നതെങ്കിൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഈവൻ സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ, അതുപോലെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ യാതൊരുവിധ കണക്ടിവിറ്റി ഇഷ്യൂസും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ നല്ലൊരു മികച്ചതായിട്ടുള്ള മൈക്രോഫോണുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺസ് തന്നെയാണ് യുനിയോ എന്ന ബ്രാൻഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഹെഡ്ഫോൺസിന്റെ, അതായത് വയർഡ് ഹെഡ്ഫോൺസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.